സ്വന്തം ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത പ്രതിഭകൾ ഒന്നിക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥി അതായത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതൽ ഇപ്പോൾ ന്യൂജൻ സിനിമകളുടെ വരെ നിറസാന്നിധ്യമായ മലയാളത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു അഭിനേത്രിയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ശ്രീലത ചേച്ചി. സോ ലെറ്റ്സ് വെൽക്കം ശ്രീലത നമ്പൂതിരി. അപ്പോൾ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ശ്രീലത ചേച്ചിയുടെ സിനിമകളും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സീരിയലുകളും എല്ലാം കണ്ട് പ്രേക്ഷകരുടെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതായത് ഞാൻ എൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ആ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള സിനിമയിലെ നിറ സാന്നിധ്യമാണ് ചേച്ചി. അപ്പോൾ അന്നത്തെ ഒരു കാലത്തെ ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഇതും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അതായത് ഇന്നത്തെ സീരിയലിന്റെ സെറ്റപ്പാണ് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. കാരണം രാവിലെ ഇതുപോലെ 7 മണിക്ക് തുടങ്ങുന്നു, പിന്നെ രാത്രി ചിലപ്പോൾ 2 മണി മുതൽ 2 മണി വരെയൊക്കെ ഉണ്ടാവും ഷൂട്ടിംഗ്. 10 to 2 ഓരോ കാൾ ഷീറ്റ്, 7 to 1, 2 to 9 അങ്ങനെ, പിന്നെ 10 to 2 അങ്ങനെ. അപ്പം ഇതിന്റെ ഫുഡ് പരിപാടികളെല്ലാം ഇന്നത്തെ അത് സീരിയൽ എങ്ങനെയാണ് കംപ്ലീറ്റ് അതുപോലെ തന്നെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാല് നമ്മള് സെറ്റിൽ എടുക്കുമ്പോൾ ലൈവായിരുന്നു. അപ്പൊ നമ്മളെ രാവിലെ 5:30 മണിക്ക് കൊണ്ടുവരും, സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരും. മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കുമ്പോ തന്നെ നമ്മളെ ഡയലോഗ് പഠിപ്പിക്കും. അത് ശരി, സീന്റെ കാര്യമൊക്കെ പറഞ്ഞു തരും. പ്രോംപ്റ്റിംഗ് ഒന്നും അന്നില്ല. പ്രോംപ്റ്റിംഗ് ഇല്ല. എല്ലാം പ്രോംപ്റ്റിംഗ് ഇല്ല. കാരണം ഔട്ട്ഡോറിൽ എടുക്കുന്നത് മാത്രം നമ്മൾ ഡബ് ചെയ്യും. അത് ശരി. പക്ഷെ അങ്ങനെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഉള്ളതാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ശരിയാണ്. നമുക്ക് കുറെ കൂടി റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പപ്പ് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റേ നമ്മൾ കൂടുതൽ ഈ പ്രോംപ്റ്റിംഗിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകും അറിയാതെ. അതെ, കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതെ. അതിലെന്താന്ന് വെച്ചാല് ഒന്നുകൂടെ ലൈവാണ് നമ്മൾ. അപ്പം പെട്ടെന്ന് തീരും, ഷോട്ട് എടുത്ത് തീരും. ഒരു ട്രോളി ഷോട്ട് എടുത്ത് പിന്നെ ക്ലോസപ്പ് എടുത്ത് കഴിഞ്ഞു. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ ഇതേപോലെ തന്നെ ഒരു 150 ദിവസം 200 ദിവസം ഒന്നുമില്ല. എത്ര ദിവസം മാക്സിമം 20 ദിവസം കൊണ്ട് ഒരു സിനിമ തീരും. അത് ശരി. അതായത് ഞാന് 12 വർഷമേ അഭിനയിച്ചുള്ളൂ, 68 മുതൽ 80 വരെ. ആ ഒരു 12 വർഷം കൊണ്ട് ഞാനൊരു 10-240 സിനിമ അഭിനയിച്ചു. പിന്നെന്താ വെച്ചാല് ഈ ടെക്നിക്കൽ സൈഡ് അങ്ങനെ വലിയൊരു മാറ്റം ഇല്ല. ഇപ്പോഴാണ് ആ മാറ്റമൊക്കെ വന്നിരിക്കുന്നത്. കാരണം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അപ്പൊ നമ്മളൊക്കെ ഭയങ്കര കളർ സാരിയൊക്കെ എടുത്താലും അതിൽ വലിയ ഇതായിട്ടില്ല. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സൊക്കെ, അതായത് സെറ്റുമുണ്ട് ഇതൊക്കെ ഉള്ളത് അവരൊരു യെല്ലോ കളർ മുക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഉടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുടെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് ആയിട്ട് തോന്നും. പിന്നെ മേക്കപ്പ് കുറെ കൂടുതലാണ്. അതായത് ഇങ്ങനെ വലിയ വാലിട്ട് ഇങ്ങനെ ബ്ലഷ് ഇടുക. അതെ, ഭയങ്കര മേക്കപ്പ്. അത് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ പോയി കഴിഞ്ഞാൽ ആ റിഫ്ലക്ടറോടെ വെക്കുമ്പോൾ നമുക്ക് കണ്ണു തുറക്കാൻ ഒക്കത്തില്ല. അത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഔട്ട്ഡോറൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ഇപ്പോഴത്തെ പോലെ അസിസ്റ്റന്റ് ക്യാരവാൻ ഒന്നുമില്ല. ഒരു ഡ്രസ്സ് മാറുന്നവരെ ഏതെങ്കിലും ഔട്ട്ഡോർ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ 2 പേര് ഒരു മുണ്ടോ മറ്റോ പിടിച്ചു തരും. ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റുമോ? അതെ, മൊബൈൽ ക്യാം അല്ലെങ്കിൽ എല്ലാ ക്യാമും ഇങ്ങനെ ഓണല്ലേ. അതെ, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഞങ്ങളെ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂരൊക്കെ ചിലപ്പം ഔട്ട്ഡോറൊക്കെ പോകും. അവിടെ സബ്സിഡി ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്നതിന് മറ്റുള്ള അന്യഭാഷ ചിത്രങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പം ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ ഭയങ്കര വെയിലത്തായിരിക്കും. തിരിച്ചു വരുമ്പോൾ ഈ ബ്ലൗസ് ഒന്നും ഇടാത്ത ആ ഭാഗമൊക്കെ തോലൊക്കെ ഇങ്ങനെ പോയിരിക്കും. പിന്നെ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യമാണെങ്കിൽ അന്നത്തെ ആ സിനിമകൾ, ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ആ കുറച്ച് പഴയ കാലഘട്ടത്തെ സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കര ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഷീലാമ്മ, ശാരദാമ്മ, KR വിജയമ്മ ഒക്കെ അഭിനയിച്ചത്. അതിന്റെ കൂടെ ചേച്ചി ചെയ്ത, അതായത് ക്യാരക്ടർ റോൾസും ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളും ഗംഭീരായിരുന്നു. ഇപ്പൊ അതൊക്കെ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. ചേച്ചി എന്താ അഭിപ്രായം? സത്യമാണ്. പിന്നെ വേറെ ഞാൻ കണ്ട ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഷീല, ശാരദ, വിധുബാല ഞാനൊക്കെ അഭിനയിക്കുമ്പം നമ്മളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയായിരുന്നു.
ഇപ്പൊ വരുന്ന അതെ അതെ ന്യൂ ഫേസസിനെ കാണുമ്പോൾ എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരിക്കുന്നു. എനിക്ക് ആരുടെയും പേര് അറിയാൻ വയ്യ, പക്ഷെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. എല്ലാരും ഒരുപോലെ എല്ലാവരും ഈ ഇരിക്കുന്നു. സ്ട്രൈറ്റ് ചെയ്ത് അല്ലേ? ജീൻസും ടോപ്പൊക്കെ ഇട്ട് എല്ലാം ഒരുപോലെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാല് മുടിയൊക്കെ പിന്നിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അതെ ഇപ്പൊ അതെ മുടി പിന്നാറില്ല, ഇല്ല. എല്ലാം അഴിച്ചിട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ടായാലും നമുക്ക് ആ ഒരു ഇതുപോലെ ചുരുട്ടി അതെ, ആ ഒരു ചേഞ്ച് അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഈ 15 ദിവസം ആയിരിക്കുമല്ലോ ഉണ്ടാവുക, അതെ, പക്ഷെ ഇതേ ആൾക്കാർ തന്നെയായിരിക്കും അടുത്ത സിനിമയിലും അതെ അതെ. ഈ 15 ദിവസം. സത്യമാ. അപ്പോ ഒരു ചിലപ്പോ ഒരു വർഷം തന്നെ നിങ്ങൾ ഒരുമിച്ചുണ്ടാവുമായിരിക്കും പിന്നെ അല്ലേ? അതെന്താ സംബന്ധിച്ചാല് ഒരു 50 പേരൊക്കെ ഉള്ളന്ന് മലയാള സിനിമയില് ആർട്ടിസ്റ്റുകളായിട്ട് മൊത്തം ആർട്ടിസ്റ്റുകൾ. ഓക്കെ. അത്രേ ഉള്ളൂ. ആ. ഇന്ന് 500 അതെ വരില്ലേ? അതെ അതെ അതെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ. ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റേ സിനിമയിൽ പോകുമ്പോഴും ഇവര് തന്നെ കൂടെ അഭിനയിക്കുന്നവര്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസം കാണാതിരിക്കാൻ വയ്യാതെ, അയ്യോ. അയ്യോ ഭയങ്കര ദുഃഖമായിരുന്നു. അതെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കല്യാണമോ അല്ല ചോറൂണ് ഇങ്ങനെയുള്ള എല്ലാത്തിനും എല്ലാവരും പങ്കെടുക്കും. പങ്കെടുക്കും. ആ. പിന്നെ എന്താ ഒരു ഭയങ്കര സൗഹൃദമായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പം ഞാൻ നായകനാണ് അല്ലെങ്കിൽ നായികയാണ് അങ്ങനെ ഒരു ഒന്നുമില്ല. വേർതിരിവേ ആ. ഇല്ലായിരുന്നു. പ്രേം നസീറൊക്കെ വന്നിട്ട് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് അദ്ദേഹം ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു ഷീറ്റും ഒക്കെ വിരിച്ച് അങ്ങേയറ്റത്ത് അദ്ദേഹം ബാസിയേട്ടൻ ഞാൻ ഷീലാമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങും. അയ്യോ, അത് ശരി. പിന്നെ നിങ്ങളുടെ അതൊക്കെ- അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കസേരകൾക്ക് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും സെറ്റിൽ നിന്ന്. അതെന്താ അങ്ങനെ? അത് മാത്രമേ ഉള്ളൂ. ഒരു ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് അതെ, ഞങ്ങൾ ഇരിക്കുന്ന ഒരു കസേരക്ക് പ്രേം നസീർ, ശ്രീലത അങ്ങനെ ഓരോന്ന് എഴുതി വെച്ചേക്കും. അപ്പൊ അതിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുക. അവിടെ മാറി കയറി ഇരുന്ന് അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്കൊരു ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ. മറ്റേത് അല്ല, സ്റ്റുഡിയോയിൽ വേറെ കസേരയുണ്ട്. ഇത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡബിങ് എന്ന് പറയുന്നതും ഇന്നത്തെ പോലെ അത്ര ഈസി ആയിരിക്കില്ലല്ലോ. കുറച്ചുകൂടി ഡബിങ് നമ്മളിപ്പോ ഡബിങ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ട്, ഉണ്ട്. ഇപ്പോഴത്തെ പോലെ മുറിച്ച് ചെയ്യാനുള്ള അല്ലല്ല, സൗകര്യം. ഇതുപോലെ തന്നെ വലിയൊരു പിന്നെ സ്റ്റുഡിയോ ഇത് തന്നെ ഹാള്. അത് അതിലെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ 4-5 പേര് ഒന്നിച്ച് അഭിനയിക്കുന്ന സീനാണെങ്കിൽ ഉണ്ടാവും. ആ. എല്ലാരും വന്ന് നിൽക്കും, എല്ലാരും എല്ലാരും ഒരുമിച്ച് നിൽക്കും. ആ. അപ്പൊ നസീർ സാറ് പറയേണ്ട, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാനായിരിക്കും. അതെ, ഞാൻ കയറി നമ്മൾ നാടകം അങ്ങനെയൊക്കെ പോലെ തന്നെ. ആ, ഒരു മൈക്കേ ഉള്ളോ? ഒരു മൈക്കേ ഉള്ളൂ. സത്യം. അതെ, ഓ. അപ്പൊ ഓരോ മൈക്കിൽ ഒരാൾ മാറുമ്പോ അടുത്ത അടുത്ത ആള് വരും. അതെ, അടുത്ത ആള് വരും. ശരി. പക്ഷെ സത്യത്തില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു മൈക്കിന് പകരം ഒരു 3-4 മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ആ. ഈ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇതേപോലെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീനിൽ കൊടുത്ത ഒരു ലൈവ്നെസ് നമുക്ക് ഡബിങ്ങിലും കൊടുക്കാം. ഇത് ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്ന് ഡബ് ചെയ്യുന്നു, അടുത്ത ആൾ അങ്ങനല്ല, ഞങ്ങള് മിക്കവാറും എല്ലാരും കൂടെ ഒന്നിച്ച് തന്നെ. അതാ. അപ്പൊ അതല്ലേ കുറച്ചും കൂടി നല്ലത്. അതാണ് നല്ലത്. ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത്? നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഡബൊക്കെ ചെയ്യാൻ. കാരണം സത്യമാ. അതൊക്കെ മറന്നിട്ടാണല്ലോ പിന്നെ വരുന്നത്. അതെ അതെ. അപ്പോഴും കൂടെയുള്ള ആളില്ല, അവരെന്താണ് ഒന്നും ഐഡിയ ഇല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. അത് തന്നെ. ശരിക്കും പറഞ്ഞ ആരാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളവര്? ഇപ്പോഴത്തെ അഭിനേതാക്കളാണോ അതെയോ നിങ്ങളുടെ ജനറേഷനിലുള്ളവരാണോ? ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ ലക്കി ആയിട്ടുണ്ട്. ആണ്. കാരണം അവരുടെ ഈ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴില്ലേ അതെ അതെ. ഭയങ്കര ഇതല്ലേ. പണ്ടൊക്കെ ഒരുപാട് ഈ എന്താ വണ്ടിച്ചെക്ക് വണ്ടിച്ചൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേദിവസം മറ്റും അതെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇനി കിട്ടിയിട്ട് കാര്യമില്ല, ഇനി എനിക്ക് അതെ. ആവശ്യമില്ല ഇതൊന്നും. പക്ഷെ നമ്മുടെ സിനിമയാണ് നമ്മളെ ഒരു പ്രശസ്തയാക്കിയത്. സിനിമയാണ്, അത് അതെ, നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ നമ്മൾ അതെല്ലാം മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗഹൃദവും ഉം. അതൊക്കെ കാരണമാണ് നമ്മളിതെല്ലാം അങ്ങ് മറന്നു പോകുന്നത്. മറന്നുപോകും. അപ്പൊ ചേച്ചി അതായത് അഭിനേത്രി എന്നുള്ള രീതിയിൽ മാത്രമല്ല നല്ലൊരു ഗായികയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സിനിമയിലും പാടിയിട്ടുണ്ടല്ലേ? ഞാൻ മിക്കവാറും അഭിനയിച്ചതോ? എന്റെ പാട്ടുകളെല്ലാം ആ. പാടിയിട്ടുണ്ട്. എല്ലാം ചേച്ചി അഭിനയിച്ച എല്ലാ പാട്ടുകളും. അതെ അതെ. വേറെ 1-2 മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഔട്ട്ഡോർ എവിടെങ്കിലും പോയിരിക്കുമ്പോൾ പാടാൻ പറ്റില്ല. അത് ശരി. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി. പെട്ടെന്ന് മനസ്സിൽ വരുന്ന വെച്ചാൽ ഞാൻ പാടിയ ഒരു പാട്ട് പാടും. അത് തന്നെ. അതൊരുപാടുണ്ടല്ലോ. അതിലൊരു ആ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ. കാരണം അത് ഞാൻ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറയുന്ന സിനിമയിലെ ആ. ശ്രീവിദ്യക്ക് വേണ്ടി പാടിയതാ. ഓ, അത് ശരി. സ്വന്തമായിട്ടുള്ളതല്ല. ആ, ശ്രീവിദ്യക്ക് വേണ്ടി പാടി. ഓക്കേ, അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ശ്രീവിദ്യ ഒരു വലിയ പാട്ടുകാരിയല്ലേ. അതെ അതെ. അപ്പൊ അവർക്ക് വേണ്ടി പാടിയ ഒരു പാട്ടാ. അപ്പൊ ചേച്ചി നമ്മുടെ റെഡ് കാർപ്പറ്റില് അതായത് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുറച്ച് നല്ല പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ, ആ, വീണ കലാകാരി, വീണ വായിക്കുന്ന ഒരു കലാകാരിയാണ് നമ്മുടെ പെർഫോമർ. ആ. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അനിമോൾ. അനിമോൾ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സന്തോഷമായിട്ടിരിക്കണോ?
അല്ലേ? അതെ, ഒരു ചെറിയൊരു പേടി. ആദ്യത്തെ സ്റ്റേജ് ആണ് കേട്ടോ ചേച്ചി. നമ്മുടെ അനിമോള് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു പേടി അല്ലേ? ഞങ്ങൾ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അനിമോളുടെ എങ്ങനെയാണ് ഫാമിലി, അതുപോലെ തന്നെ അവിടുത്തെ സപ്പോർട്ട്, പിന്നെ ഒരു അധ്യാപികയാണ്, അതിനെ കുറിച്ചൊക്കെ പറയൂ. അപ്പൊ ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയും. ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. കലാകാരനും കൂടിയാണ്, കമ്പ്യൂട്ടർ അധ്യാപകനാണ്. കമ്പ്യൂട്ടർ, ഓക്കെ. പിന്നെ മക്കൾക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. അതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കലാപരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് ഈ വീണ തിരഞ്ഞെടുത്താൻ കാര്യം എന്തുവാ? എന്റെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് പാട്ടിനോടായിരുന്നു താല്പര്യം. അപ്പം പാടും, കലോത്സവത്തേക്ക് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഈ പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സ്വാതിനാഥ് കോളേജിൽ വന്നതാണ്. അപ്പോ വീണ കണ്ടപ്പോ എനിക്ക് വീണ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി. ചേച്ചിയുടെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നോ? അല്ലല്ല, എന്റെ അമ്മ ഇവിടെ മ്യൂസിക് അക്കാദമി പഠിച്ചു പാസ്സായത്. അന്നൊക്കെ ഒരു 7th ഒക്കെ കഴിഞ്ഞാൽ തന്നെ അക്കാദമി പഠിക്കാം, അങ്ങനെയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അമ്മ ഒരുപാട് കച്ചേരിയൊക്കെ നടത്തിയിട്ടുണ്ട്. അനിമോൾ എങ്ങനെയാണ്, കച്ചേരികളൊക്കെ നടത്താറുണ്ടോ? നടത്തിയിട്ട് ഒരു 20 വർഷമായില്ലേ ഇപ്പൊ ഈ ഒരു കരിയർ കൊണ്ടുവന്നു. അപ്പൊ കച്ചേരി നടത്തും, അതിന്റെ കൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു അധ്യാപികയായിട്ട് ഇരിക്കുമ്പോ എങ്ങനെയാണ്? ഇതേപോലെ ഒരു പാവ അധ്യാപികയാണോ ആ സമയത്തും? പിള്ളേര് ഭയങ്കര എങ്ങനെയായിരിക്കും? ഇത്ര പാവാണോ? അപ്പൊ നമ്മള് പിള്ളേരോട് ചോദിക്കണം, നിങ്ങളുടെ ടീച്ചർ എങ്ങനെയുണ്ട്? അല്ല, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ടാവും അല്ലേ? കാരണം യുവജനോത്സവത്തിലും അതിലൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന കാരണം നിങ്ങൾക്കൊക്കെ കൊയ്ത്താണെന്ന് എനിക്കറിയാം. വീണയിലാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അല്ലേ? ഡിഗ്രിക്ക് BPA. അങ്ങനെ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. പിന്നെ എന്തൊക്കെയോ ഫെലോഷിപ്സിന്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടു. അത് സാംസ്കാരിക വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്, സൗജന്യ കലാപരിശീലന പദ്ധതി. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും സൗജന്യമായിട്ട് കല പഠിക്കാം. അപ്പോൾ ഞങ്ങളെ 1000 കലാകാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സൗജന്യമായിട്ട് കല പഠിപ്പിക്കുക. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഉണ്ട്, ചിത്രരചന, ഡാൻസ് എല്ലാം. അപ്പോൾ എനിക്ക് വീണയ്ക്കാണ് പഠിപ്പിക്കാൻ കിട്ടിയത്. ചേച്ചി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ കുട്ടികളെ? അയ്യോ, ഇല്ല, ഞാൻ തന്നെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും അനിമോളിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം. താങ്കളുടെ പേര്? രാജീവ്. അപ്പൊ പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ അധ്യാപകനാണ്, അതിന്റെ കൂടെ കലാകാരനും കൂടിയാണെന്ന് പറഞ്ഞു. പാട്ട് തന്നെയാണോ? പാട്ടല്ല, ഞാൻ കഥാപ്രസംഗം. അത് ശരി. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല? ഇപ്പൊ ഫുള്ളി കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോയി അല്ലേ? ഒരു കാലഘട്ടത്തിൽ കഥാപ്രസംഗം എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അതെ. അതൊക്കെ അങ്ങ് നിന്ന് പോയിരിക്കുന്നു. അപ്പൊ താങ്കൾ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ അത് നിർത്താൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ എങ്ങനെയെങ്കിലും അത് കുട്ടികളെ പഠിപ്പിച്ച് അതിൽ കുറച്ചും കൂടി ആക്കും അല്ലേ? അതൊരു ഇപ്പൊ എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഇനി വീട്ടിൽ കുറച്ചും കൂടി ഇരിക്കാൻ പോവായിരിക്കും. അപ്പൊ ഈ ഒരു കലയെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ എന്തായാലും നന്ദി.